മണിപ്പൂരിലെ 9 അക്രമികൾ അറസ്റ്റിലായി. നിരോധിത സംഘടനകളിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും വെടിയുണ്ടകളും അതുപോലെ പിസ്റ്റളും പിടിച്ചെടുത്തു എന്ന വാർത്തയുമുണ്ട്. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. മുതിർന്ന നേതാവ് M മണി പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. വിശദാംശങ്ങളുമായി പറയൂ രാഹുൽ വിജയൻ. SK 4, 5, 6 തീയതികളിലാണ് CPM-ന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടക്കുന്നത്. അതിൻ്റെ പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അല്പസമയം മുമ്പാണ് പതാക ഉയർത്തിയത്. CPM-ന്റെ ഇടുക്കി ജില്ലയിലെ മുതിർന്ന നേതാവായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള M മണിയാണ് പതാക ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘടനാ വിഷയങ്ങൾക്കൊപ്പം തന്നെ ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം, അതുപോലെ തന്നെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയാവുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള സെമിനാറുകൾ ഉൾപ്പെടെ ഈ മനുഷ്യ വന്യജീവി സംഘർഷവും ഭൂപ്രശ്നവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കിയിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ദിവസവും സംസ്ഥാന സെക്രട്ടറി സമ്മേളനത്തിൽ പങ്കെടുക്കും. 6-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും.